KP സോഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകളില്ലാത്തതും എന്നാൽ ഒരു ശാസ്ത്രശാഖയെ പോലെ ഇരിക്കുന്നതുമായ കാര്യങ്ങളെയാണ് നമ്മൾ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത്. സ്യൂഡോ സയൻസിൽ എവിഡൻസസ് ഇല്ല, അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ മനുഷ്യർ പലപ്പോഴും ഇതിലെളുപ്പം വിശ്വസിച്ച് കാണാറുണ്ട്. എന്നാൽ ഇവിടെയും ചിലൊരു പക്ഷാഭേദം ചിലപ്പോൾ ആളുകൾ കാണിക്കും. അവർക്ക് പരിചിതമായ സ്യൂഡോ സയൻസിൽ എളുപ്പം വിശ്വസിക്കുകയും പുതുതായിട്ട് കേൾക്കുന്ന സ്യൂഡോ സയൻസ് മുഴുവൻ തട്ടിപ്പാണെന്ന് പറയുകയും ചെയ്യും. ഉദാഹരണം, ജാതകത്തിലും ജ്യോതിഷത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾ ലോ ഓഫ് അട്രാക്ഷൻ, ബട്ടർഫ്ലൈ ഇഫക്റ്റ് പോലെയുള്ള കാര്യങ്ങളെ നിഷേധിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു തോട്ട് പ്രോസസ്സാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനെയാണോ അന്വേഷിക്കുന്നത് അത് നിങ്ങളെയും അന്വേഷിക്കുന്നുണ്ട് എന്നതാണ്. അതായത് നമ്മളുടെ ലോകത്തിന് മൊത്തം ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഇതിനെ നമ്മൾ മനസ്സിൻ്റെ തലത്തിലേക്ക് നോക്കുമ്പോൾ സൈക്കിക് ഫ്രീക്വൻസി എന്ന് പറയാം. അതായത് നമ്മുടെ മനസ്സിനൊരു വൈബ്രേഷൻ ഉണ്ട്. നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാവുന്നത്, നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ ഉണ്ടാവുന്നത്, നമ്മുടെ മനസ്സിൽ ആക്ഷൻസ് ഉണ്ടാവുന്നത്, ഇതൊക്കെ ഇത്തരം വൈബ്രേഷൻസ് ആയിട്ടാണ് പുറത്തേക്ക് വരിക. അത്തരം വൈബ്രേഷൻസിലൂടെയാണ് ലോകത്ത് എനർജി ട്രാൻസ്ഫർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈക്കിക് എനർജിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം അന്വേഷിക്കുകയാണ്, നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ ആ ഒരു തലത്തിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്, നിങ്ങൾക്കും ഒരു ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങളുടെ സൈക്കിക് ഫ്രീക്വൻസിയും ആ ആഗ്രഹത്തിൻ്റേതായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയും തമ്മിലൊരു മാച്ച് ഉണ്ടാവുമ്പോഴാണ് ആ ഒരു ആഗ്രഹം സഫലമാവുക എന്നാണ് ഈ തിയറി പറയുന്നത്. അതാണ് ലളിതമായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് പണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ പണം പ്രവർത്തിക്കുന്ന പണം എന്ന സംഭവത്തെ, ആ ഒരു പ്രതിഭാസത്തിന് അതിൻ്റേതായ ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിലല്ല നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പണവുമായിട്ടൊരു മാച്ച് ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്നാൽ നേരെ മറിച്ച് പണം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ ഫ്രീക്വൻസിയിൽ തന്നെ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അതുമായിട്ടൊരു ലിങ്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും നിങ്ങൾക്ക് അത് എളുപ്പം മാനേജ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഫെയ്ത്ത് ആണ്, വിശ്വാസമാണ്. അത് നടക്കും എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചിന്തിക്കണം. നടക്കുമോ ഇല്ലയോ എന്നൊരു ചെറിയ സംശയം മതി കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകാൻ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിൽ ചിന്തിക്കണം എന്നതാണ്. പലപ്പോഴും ഞാൻ ഭാവിയിൽ ഇത് ചെയ്യുമെന്ന് ആളുകൾ പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, എനിക്ക് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അഥവാ അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചിന്തിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കത് ഉള്ളതായി ഭാവിച്ചുകൊണ്ട്, നിങ്ങൾക്കത് ഉള്ളതായി തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. ഉദാഹരണം, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് പോകണമെങ്കിൽ പണം ഉണ്ടാക്കുക എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പണമുള്ള ആളുകൾ എങ്ങനെയാണോ ചിന്തിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യം വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ പിന്നിലുള്ള തിയറി അതിത്രയേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൻ്റെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് മാറുന്നു. അതുപോലെ തന്നെ തിങ്കിങ് പാറ്റേൺ മാറുന്നു. തിങ്കിങ് പാറ്റേണും തോട്ട് പ്രോസസ്സും മെൻറ്റാലിറ്റിയും ആറ്റിറ്റ്യൂഡും ഒക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ആക്ഷൻസും ഷിഫ്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് വീണ്ടും പോകാം. പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ധനികൻ്റെ മൈൻഡ് സെറ്റുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഒരു രീതിയിലാണ്, എന്നാൽ ദരിദ്രൻ്റെ മൈൻഡ് സെറ്റുള്ള ആൾ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്. രണ്ട് പേരോടും 1 ലക്ഷം രൂപയെക്കുറിച്ച് ചോദിച്ചാൽ രണ്ട് പേരും രണ്ട് രീതിയിലായിരിക്കും പ്രതികരിക്കുക. ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 1 ലക്ഷം രൂപ എന്നത് നമ്മൾ പാവപ്പെട്ട മൈൻഡ് സെറ്റുള്ള ഒരാളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരതിനെ ചിലവാക്കുന്നതിനെ കുറിച്ചാണ് പറയുക എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ ധനികനായ മൈൻഡ് സെറ്റുള്ള ഒരാളോട് ചോദിച്ചാൽ അയാൾ അതെങ്ങനെ നിക്ഷേപിച്ച് അതിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്നാണ് ചിന്തിക്കുക എന്നാണ് പറയുന്നത്. ഈ മെൻറ്റാലിറ്റിയിലെ ഒരു വ്യത്യാസത്തെ വിശ്വാസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് സത്യം പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊരു സ്യൂഡോ സയൻസ് ആണ്, കാരണം എവിഡൻസ് ബേസ്ഡ് അല്ല. സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മളതിൽ വിശ്വസനീയമായ എവിഡൻസുകൾ നമ്മുടെ മുന്നിൽ നിരത്താനില്ല. പക്ഷേ ഇതൊരു ഇഫക്റ്റീവായ കാര്യമാണെന്ന് അറിയാൻ പരീക്ഷിച്ച് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നതാണ്. ഒരുപാട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.